ഹലോ മക്കളെ, വെൽക്കം ടു എജ്യൂപോർട്ട്. യെസ്, അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. അതായത് സ്ഥിരം ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ക്വസ്റ്റ്യൻ പലപ്പോഴായിട്ടും നമ്മളോട് ചോദിക്കുന്നത് ഒരു 5 മാർക്കിൻ്റെ സെക്ഷനിലാണ്. 5 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളെ പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ അല്ലേ, ഇന്ന് രാത്രി പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രെഡിക്ഷൻ ലൈവ് നടക്കുന്നുണ്ട്. കൃത്യം രാത്രി 7 മണിക്ക് കൃത്യം നമ്മളെ എജ്യൂപോർട്ട് പ്ലസ് ടു കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ചാനലിൽ ലൈവ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലൈവിന് നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് വരിക. കംപ്ലീറ്റ് കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ് മക്കളെ. ഇപ്രാവശ്യത്തെ, അതായത് ഞാൻ ആക്ച്വലി തുടങ്ങുന്നത് 2025 മോഡൽ എക്സാമിനും കൂടി ഈ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ നമുക്കൊരു ലൂപ്പ് തരും, എന്നിട്ടാണ് ഇവരെ ചോദ്യം. അതായത് ഉറപ്പാണ് നിങ്ങളെ ഫൈനൽ എക്സാമിന് നിങ്ങൾ നോക്കിക്കോ, ഒരു ലൂപ്പ് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒന്നുകിൽ ആ ലൂപ്പ് തന്നിട്ട് ഔട്ട്പുട്ട് എഴുതാനായിരിക്കും, അല്ലെങ്കിൽ ആ ലൂപ്പ് തന്നിട്ട് അതിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫോർ ലൂപ്പ് ആയിരിക്കും തരിക, അതിനെ വൈൽ ലൂപ്പ് ആക്കാനായിരിക്കും, അല്ലെങ്കിൽ വൈൽ ലൂപ്പ് തന്നാൽ ഫോർ ലൂപ്പ് ആക്കാനായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവർ പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് ദിസ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്? ഈ ലൂപ്പിൻ്റെ അല്ലെ, വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് എ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ലൂപ്പിൻ്റെ അല്ല, ഓഫ് എ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ലൂപ്പിൻ്റെ കോമ്പണൻസ് ഏതൊക്കെയാണ് നമുക്ക് പറയാം. ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ, ലൂപ്പ് ബോഡി. വളരെ സിമ്പിളാണ്. ഒരു ലൂപ്പിന് 4 കോമ്പണൻസ് ഉള്ളത് നമുക്കറിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ തന്നിട്ട് ഫോളോയിങ് കോഡ് തന്നിട്ട് ചോദിക്കുകയാണ്, ഇതിൽ ഉള്ള ഇനീഷ്യലൈസേഷൻ ഏതാണ്, അല്ലെങ്കിൽ അപ്ഡേഷൻ ഏതാണ്, അല്ലെങ്കിൽ ഈ ഒരു ലൂപ്പിലുള്ള ഡിഫറെൻറ്റ് കോമ്പണൻസ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൂപ്പ് വന്നാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ലൂപ്പ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ആ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നമ്മൾ നോർമലി ഒരു ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന വാരിയബിളിനെ ലൂപ്പ് കൺട്രോൾ വാരിയബിൾ എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ ഈ ലൂപ്പ് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന വാരിയബിൾ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നോക്ക്, ഇവിടെ a = 20 ആക്കുന്നുണ്ട്. ഔട്ട്പുട്ട് എന്തോ ആയിക്കോട്ടെ, അതൊന്നും നമ്മളിവിടെ ആലോചിക്കുന്നില്ല. a = 20 ആദ്യം ചെയ്യുന്നുണ്ട്. പിന്നെന്താ, സം പ്ലസ് ഈക്വൽ ടു എ. സം പ്ലസ് ഈക്വൽ ടു എ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും കണ്ടാൽ നമ്മൾ പേടിക്കണ്ട. സം പ്ലസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി സം ഈക്വൽ ടു സം പ്ലസ് എ എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോം ആണിത്. സമ്മിനെ ഓരോ പ്രാവശ്യം എൻ്റെ കൂടെ കൂട്ടിയിട്ട് സമ്മിലേക്ക് സ്റ്റോർ ചെയ്യുക, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് ആക്ച്വലി ഇത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഏനെ സമ്മിലേക്ക് കൂട്ടിയിടുന്നു. ഇവിടെ a 20 ആക്കുന്നുണ്ട്, ഇവിടെ ഏനെ സമ്മിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിയിടുന്നുണ്ട്. ഇനി ഇവിടെ എന്താ, ഏനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. a = a+5 ആയിട്ട് ഏനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഡൂല് ബോഡിയൊക്കെ കഴിഞ്ഞിട്ടാണ് കണ്ടീഷൻ കൊടുക്കുക. ആൻഡ് ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്, a <= 40. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ലൂപ്പ് കൺട്രോൾ വാരിയബിൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല a ആണ്, സമ്മല്ല a ആണ്. കാരണം ഏനെ ആദ്യം ഇനീഷ്യലൈസ് ചെയ്തു, ഏനെ നമ്മൾ എന്ത് ചെയ്തു, സമ്മി കൂടെ സം പ്ലസ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം ഏന സമ്മിൻ്റെ കൂടെ കൂട്ടിയിടുന്നു, a അപ്ഡേറ്റ് ചെയ്യുന്നു, ഏനെ ബേസ് ആയിട്ട് കണ്ടീഷൻ വരുന്നു. അപ്പോൾ എല്ലാം ഏനെ ബേസ് ആയിട്ട് ആയതുകൊണ്ട് ലൂപ്പ് കൺട്രോൾ വാരിയബിൾ a ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലായാൽ നമുക്കിനി നോക്കിയാൽ മതി, ഇവിടുത്തെ ഡിഫറെൻറ്റ് കോമ്പണൻസ് നോക്കിയാൽ മതി. ആദ്യം നമ്മൾ എഴുതേണ്ടത് ഏതാ, ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷൻ ഏതാണ്, ഈ a = 20 എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, അതായിരിക്കും ഇനീഷ്യലൈസേഷൻ. ഓക്കെ, സോ a = 20 ആണ് ഇനീഷ്യലൈസേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ സം = 20 ഇനീഷ്യലൈസേഷൻ ആണെന്ന് പറയാം. പക്ഷേ തൽക്കാലം ഞാൻ a = 20 എന്ന് എഴുതിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്ക് കിട്ടും. അത് മാത്രം എഴുതിയാലും മാർക്ക് കിട്ടും. കാരണം ഈ സം എന്ന് പറയുന്നത് ഈ ലൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള തന്നെ ഇനീഷ്യലൈസേഷൻ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടെസ്റ്റ് എക്സ്പ്രഷൻ ഏതാ, ടെസ്റ്റ് എക്സ്പ്രഷൻ ഇതാണ്, a <= 40 അല്ലേ. അപ്പോൾ വയലിൽ നിന്ന് എഴുതണമെന്നില്ല, ജസ്റ്റ് a <= 40 ഇതാണ് നമ്മുടെ ടെസ്റ്റ് എക്സ്പ്രഷൻ. അങ്ങനെയാണ് മൂന്നാമത്തെ കോമ്പണൻ്റ് ഏതാ, അപ്ഡേഷൻ. നമ്മളെ ലൂപ്പ് കൺട്രോൾ വാരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യുന്ന ഭാഗം നോക്കിയാൽ മതി. a = a+5, ഏനെ 5 കൂട്ടി അപ്ഡേറ്റ് ചെയ്യുക അല്ലേ, ആ ഒരു ഭാഗമായിരിക്കും നമ്മളെ അപ്ഡേഷൻ ആയിട്ട് വരിക. അങ്ങനെയാണ് നാലാമതായിട്ടുള്ള എന്താ, നാലാമതായിട്ടുള്ള ലൂപ്പിൻ്റെ ബോഡി ഏതാ. ലൂപ്പിൻ്റെ ബോഡി കാണാൻ വെരി സിമ്പിൾ. ലൂപ്പിൻ്റെ ഓപ്പണിംഗ് ബ്രേസ് നോക്കുക, ഇത് നോക്കുക, ലൂപ്പിൻ്റെ ക്ലോസിംഗ് ബ്രേസ് നോക്കുക. ഓക്കെ, അതിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് ലൂപ്പ് ബോഡി. അതായത് നിങ്ങൾ ഇത് മൊത്തം ലൂപ്പ് ബോഡി ആണെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ ഈ ലൂപ്പ് ബോഡീൻ്റെ ഈ ഭാഗത്തിൽ ഈ a = a+5 ഓൾറെഡി അപ്ഡേഷൻ ആണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇതെന്താന്ന് പറയാം, സം പ്ലസ് ഈക്വൽ ടു a എന്ന് പറയുന്ന ഈ ഭാഗമായിരിക്കും
ആയിരിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എന്തിൽ പറഞ്ഞാൽ മതി? ആക്ച്വലി ലൂപ്പിൻ്റെ ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ലൂപ്പിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ സം പ്ലസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ്. ഓക്കെ അല്ലേ? യെസ്. അതേപോലെ തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. ഇവിടെ എന്താ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇവർ തന്നിട്ടുള്ള ഡു വൈ ലൂപ്പാണ്. ഡു വൈ ലൂപ്പ് ഒരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. അപ്പോൾ എന്താ ഡു വൈ ലൂപ്പ് അല്ലെങ്കിൽ എന്താണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ആസ് ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ലൂപ്പ് നമുക്ക് പറയാം. അതായത് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ബോഡി ഒരു പ്രാവശ്യം വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കണ്ടീഷൻ നോക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ലൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്നൊക്കെ വിളിക്കുന്നത്. അതായത് ലൂപ്പ് ബോഡി എന്തായാലും അറ്റ്ലീസ്റ്റ് വൺസ് വർക്ക് ചെയ്യും, ഈവൺ ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫാൾസ്. കണ്ടീഷൻ തെറ്റായാൽ പോലും ലൂപ്പിൻ്റെ ബോഡി ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും വർക്ക് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? കഴിഞ്ഞില്ല, ഇതോടുകൂടി നമ്മൾ കഴിഞ്ഞില്ല. ആക്ച്വലി നോക്ക്, ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. കണ്ട 2024 ഫൈനൽ എക്സാമിനും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് C++ കോഡ്. അതായത് ഒരു കോഡ് ഇവർ തന്നു, എന്നിട്ട് ഇവർ ചോദിക്കുകയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ, ഇതിലുള്ള 4 എലമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ യെസ്, ഈ 2 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനൊരു ചോദ്യം 5 മാർക്കിനാണ് ഇവർ ചോദിച്ചത്. കണ്ടോ? അപ്പോൾ ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അങ്ങനെയാണ് നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക? റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് ലൂപ്പ്. ഈ ലൂപ്പിൻ്റെ ഔട്ട്പുട്ട് എന്താ? I1 ആയി, I <= 5 വരെ പോയി അല്ലേ? അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം I പ്രിൻറ്റ് ചെയ്യുന്നു /t എന്ന് പറഞ്ഞാൽ ഒരു ടാബ് സ്പേസ് പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ അങ്ങനെയായി ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നമ്മളൊന്ന് പഠിച്ചാലോ. ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യുക? I ആദ്യം എന്താക്കി? 1 ആക്കി അല്ലേ? അപ്പോൾ I ഞാൻ 1 ആക്കി. എന്നിട്ട് ഈ കണ്ടീഷൻ നോക്കി, 1 <5 ഓക്കെ ആണോ? യെസ്, ഓക്കെ ആണ്. ഉള്ളിൽ വരും, ബോഡി വർക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ C out I ഇപ്പോൾ 1 ആണ്. 1 പ്രിൻറ്റ് ചെയ്യും. 1 മാത്രമല്ല പ്രിൻറ്റ് ചെയ്യുന്നത്, /t എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു /t എന്ന് പറഞ്ഞാൽ എന്താ? C out /t എന്ന് പറഞ്ഞാൽ ഒരു ടാബ് സ്പേസ് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ 1 കഴിഞ്ഞിട്ട് ഒരു ടാബ് സ്പേസ് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ /t കഴിഞ്ഞാൽ ലൂപ്പ് അവസാനിച്ചല്ലോ. ലൂപ്പ് അവസാനിച്ചാൽ ഇറങ്ങി പോകില്ല അല്ലേ? ലൂപ്പാണ്, കാരണം ഇത് റിപ്പീറ്റ് ചെയ്യും. I++ ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. I++ പറഞ്ഞാൽ I എത്രയാവും? 2 ആവും. കണ്ടീഷൻ വീണ്ടും നോക്കും, 2 <5 ഓക്കെ ആണോ? യെസ് ആണ്. ആണെങ്കിൽ വീണ്ടും ഉള്ളിൽ വരും, വീണ്ടും I പ്രിൻറ്റ് ചെയ്യും, /t പ്രിൻറ്റ് ചെയ്യും. I ഇപ്പോൾ 2 ആണ്, 2 പ്രിൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ടാബ് സ്പേസും പ്രിൻറ്റ് ചെയ്യും. ലൂപ്പ് അവസാനിച്ചു. I++ ഐയുടെ വാല്യൂ 3 ആവും. 3 <5 ആണോ? ആണ്. ആണെങ്കിൽ I പ്രിൻറ്റ് ചെയ്യും, /t പ്രിൻറ്റ് ചെയ്യും. I ഇപ്പോൾ എത്ര ആയിട്ടുണ്ട്? ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ I 3 ആയിട്ടുണ്ടാവും അല്ലേ? I ഇപ്പോൾ എത്ര ആയിട്ടുണ്ട്? 3 ആയിട്ടുണ്ട്. അപ്പോൾ 3 പ്രിൻറ്റ് ചെയ്യും, ഒരു ടാബ് സ്പേസും പ്രിൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ലൂപ്പ് അവസാനിച്ചു. I++ I എത്രയാവും? 4 ആവും അല്ലേ? I ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, 4 ആവും. 4 <5 ആണോ? ആണ്. ആണെങ്കിൽ ഉള്ളിൽ വരും, I പ്രിൻറ്റ് ചെയ്യും, /t പ്രിൻറ്റ് ചെയ്യും. I ഇപ്പോൾ 4 ആണ്, ഒരു സ്പേസും എന്ത് ചെയ്യും? പ്രിൻറ്റ് ചെയ്യും. ലൂപ്പ് അവസാനിച്ചു. I++ അതിൻ്റെ വാല്യൂ 5 ആവും. 5 അല്ലെങ്കിലും 5 = 5 ആണല്ലോ. അപ്പോൾ കണ്ടീഷൻ ഓക്കെയാണ്, ഉള്ളിൽ വന്നു, I പ്രിൻറ്റ് ചെയ്യും, /t പ്രിൻറ്റ് ചെയ്യും. I ഇപ്പോൾ 5 ആണ്, 5 പ്രിൻറ്റ് ചെയ്യും, ഒരു ടാബ് സ്പേസ് പ്രിൻറ്റ് ചെയ്യും അല്ലേ? ലൂപ്പ് അവസാനിച്ചു. I++ ഐയുടെ വാല്യൂ 6 ആകും. മക്കളെ കണ്ടീഷൻ ശരിയായിരിക്കുമോ? 6 അല്ലേ ഇപ്പോൾ ഐൻ്റെ വാല്യൂ? അപ്പോൾ ഇപ്പോൾ കണ്ടീഷൻ ശരിയാണോ? 6 <= 5 കണ്ടീഷൻ തെറ്റാണ് അല്ലേ? കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഇനി ലൂപ്പ് വർക്ക് ചെയ്യൂല. അപ്പോൾ ഈ ലൂപ്പിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പറഞ്ഞാൽ വെറുതെ നിങ്ങളിങ്ങനെ അടുപ്പിച്ച് 1 2 3 4 5 എന്ന് എഴുതുന്നതിൽ നല്ലത് ഇതാണ്. കാരണം ഓരോ പ്രാവശ്യവും I പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഒരു /t കൂടെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസും കൂടെ ഇടുക, എന്നാലാണ് കറക്റ്റ് ആവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയും ചോദിക്കുന്നുണ്ട് ക്ലാസിഫൈ ദ ഫോളോയിങ് ലൂപ്പ് എലമെൻറ്റ്സ് ആസ് ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞേ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഇവിടെ ഏതാണ് ഇനീഷ്യലൈസേഷൻ? ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിൽ നമ്മളെല്ലാം I വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ I ആണ് ലൂപ്പ് കൺട്രോൾ വാരിയബിൾ. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യലൈസേഷൻ എന്താ? I = 1 എന്ന് പറയുന്ന ഭാഗമാണ് അല്ലേ? അങ്ങനെയാണ് ഇതിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഏതാ? I <= 5 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ. അങ്ങനെയാണ് ഇതിൻ്റെ അപ്ഡേറ്റ് ഏതാ? അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കാണില്ലേ? I++ അല്ലേ? I അപ്ഡേറ്റ് ചെയ്യുന്ന ഭാഗം I++. ഓക്കെ, അങ്ങനെയാണ് ബോഡി ഏതാ? ലൂപ്പിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഓപ്പണിങ്ങും ക്ലോസിങ്ങിൻ്റെ ഉള്ളിലുള്ള ഭാഗം. ഓക്കെ, അപ്പോൾ C out I /t എന്ന് പറയുന്ന ഇതാണ് ലൂപ്പിൻ്റെ ബോഡി. നിങ്ങൾ നേരത്തെ എഴുതി കൊടുത്താൽ മതി. ആദ്യം എങ്ങനെയാണ് ആൻസർ ചെയ്താൽ? ആദ്യം നിങ്ങൾ ഇനീഷ്യലൈസേഷൻ എഴുതിയിട്ട് -I = 1, ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതിയിട്ട് -I <= 5, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് I++, അതുപോലെ തന്നെ ബോഡി ഓഫ് ദ ലൂപ്പ് എഴുതിയിട്ട് C out I /t. ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 4 മാർക്ക് ഉണ്ടല്ലോ പുഷ്പം പോലെ പോരും കേട്ടോ. 4 മാർക്ക് നല്ല അടിപൊളിയായിട്ട് പോരും. മക്കളെ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലത്തെ ഒരു ലൂപ്പ് വന്നിട്ട് ചിലപ്പോൾ വൈൽ ലൂപ്പൊക്കെ ആക്കാനായിരിക്കും ചോദിക്കുക. എന്തായാലും ഈ ഒരു ലൂപ്പ് തന്നിട്ടുള്ള
ക്വസ്റ്റ്യൻ, പലപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണമെങ്കിൽ ഞാനിവിടെ ഇതിൻ്റെ നോട്ട്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നോട്ട്സൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വീണ്ടും പറയുകയാണ്, ഇന്ന് രാത്രിയുള്ള ലൈവിൽ മക്കളെ നിങ്ങൾ വരിക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മറ്റന്നാളത്തെ നാളത്തെ എക്സാം അല്ലേ, നാളത്തെ എക്സാം ഇന്ന് രാത്രിയുള്ള ലൈവിൽ നിങ്ങൾ വന്നാൽ ഉറപ്പായിട്ടും നാളത്തെ എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയാണ് ഈ വീഡിയോയിലുള്ളത്. താങ്ക് യു സോ മച്ച്.